The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം, നമസ്തേ. എന്താണ് വിശേഷം? നല്ല വിശേഷങ്ങളാണല്ലോ. നിങ്ങൾ ആരും ക്ലാസ്സൊന്നും കാണുന്നില്ല എന്നൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നിങ്ങളൊന്നും മര്യാദയ്ക്ക് ക്ലാസ് കാണുകയോ വർക്ക് അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വീഡിയോയിൽ കരയൂട്ടാ. അതേ, നമ്മളെ സ്കൂൾ എപ്പോൾ തുറക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ലല്ലോ. സ്കൂൾ തുറന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വല്ല ഐഡിയ ഉണ്ടോ? അതിലൊരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പം ആകെ ഐഡിയ ഉള്ളൊരു കാര്യം എന്താ? ദിവസവും ക്ലാസ് കിട്ടുന്നുണ്ട്, ആ ക്ലാസ് നമ്മൾ കാണുന്നില്ല എന്നുള്ള കാര്യത്തിൽ നല്ല ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ എന്താ ഉദ്ദേശം? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാ? ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? നമുക്ക് ക്ലാസ് കാണണ്ടേ, പഠിക്കണ്ടേ, പഠിച്ചിട്ട് വേണ്ടേ വല്ലതൊക്കെ ആവാൻ. എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് ക്ലാസ് കാണണം. കുറേ പേര് ക്ലാസ്സൊക്കെ കാണുന്നുണ്ട്, കുറച്ച് പേര് മാത്രം ക്ലാസ് കാണാനൊരു മടിയോ അല്ലെങ്കിൽ ക്ലാസ് കാണാനായിട്ട് യൂട്യൂബ് എടുക്കുകയും യൂട്യൂബിൽ കാണുന്ന വേറെന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ മതിയോ മക്കളെ? നമുക്ക് ക്ലാസ് ക്ലിയറായിട്ട് കാണണ്ടേ? നമുക്ക് കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണ്ടേ? ഇപ്പോൾ നോക്കിയേ, നമ്മൾ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഇടയ്ക്ക് കുറച്ച് ചേട്ടന്മാർ, ആരാ ചേട്ടന്മാർ? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് ചേട്ടന്മാർ ഫയലൊക്കെ കാണിക്കാനായിട്ട് സ്കൂളിലേക്കൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ മാഷ് അവരുടെ ഫയലൊക്കെ നോക്കിയപ്പോണ്ടല്ലോ, കറക്റ്റാ, അപ് ടു ഡേറ്റ് ആണ്. ഏത്? ഫസ്റ്റ് ക്ലാസ് അപ് ടു ഡേറ്റാ. അത് കഴിഞ്ഞപ്പോൾ മതിയായി സാർ, ഇഷ്ടമാവണില്ല സാർ, ഇതൊക്കെ പറയണേ. നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടോ? നമ്മൾ നേരിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരിട്ട് ക്ലാസ്സിൽ ആഴ്ചയിൽ 3-4 ദിവസം ഇരുന്ന് സംസ്കൃതമൊക്കെ നല്ല രസമായിട്ട് കഥകളൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല, ക്ലാസ് ഓൺലൈനാണ്. പക്ഷെ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സമയമല്ലേ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സമയം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്നിട്ട് നമ്മൾ സമയമൊക്കെ ഇങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞാണ്ടല്ലോ, വലിയ നഷ്ടമാണ് കേട്ടോ, വലിയ പാടാ. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലാസ് മര്യാദയ്ക്ക് കാണണം, അതിൻ്റെ വർക്ക് മര്യാദയ്ക്ക് ചെയ്യണം. ആർക്ക് വേണ്ടി ചെയ്യണം? അമ്മയ്ക്കും അച്ഛനും വേണ്ടി ചെയ്യണം, അധ്യാപകർക്ക് വേണ്ടി ചെയ്യണം, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. കാരണം നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ച് നന്നായാൽ അമ്മയ്ക്കും അച്ഛനും അധ്യാപകനും ഒക്കെ ഗുണമാണ്. ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാ? നിങ്ങൾക്കാണ്. സോ നല്ല കുട്ടികളായി ക്ലാസ്സൊക്കെ കണ്ട് നന്നായി പഠിച്ച് മുന്നേറാൻ നോക്കുന്നേ. നിങ്ങൾക്ക് നാളെ പറയാലോ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തറിയോ? അതേ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കൊറോണ വന്നു, പക്ഷേ ഞാനുണ്ടല്ല, ഞാൻ കൃത്യമായിട്ട് പഠിച്ചു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് നല്ല നിലയിലെത്തി എന്ന് പറയാം. ഇതേ സമയം പഠിക്കാതിരുന്ന എന്ത് സംഭവിക്കും? ഒരു 10-25 കൊല്ലമൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു 10-35 വയസ്സൊക്കെ ആയി. അപ്പം നിങ്ങൾക്ക് നല്ല ജോലിയൊന്നുമില്ല. എന്താ കാരണം? നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ലല്ലോ, പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നിട്ട് അവസാനം അതേ, ആ കൊറോണ വന്ന സമയത്ത് ആ ഹരിമാഷ് പറഞ്ഞതാട്ടാ പഠിക്കുന്ന. അപ്പം ഞാൻ പഠിച്ചില്ല, അതിൻ്റെ കുഴപ്പമായി കാണണേ എന്ന് അന്ന് പറയാനിടയാവുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് ഇപ്പം കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പം നമ്മൾ അതെല്ലാം മാച്ച് കളഞ്ഞു, കറക്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികളായിട്ട് മാറി. ഓക്കെ, ജിംബുംബ. ഇനി നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠത്തിലേക്ക് കടക്കുകയാണ്. അദ്യവയം ഏകം നൂതനം പാഠം പഠാമः. കിം നാമ പാഠസ്യ? നീതിബോധഃ ഇതി നാമ. നീതിബോധഃ. ഈ നീതിബോധഃ എന്ന പാഠത്തിൽ നമ്മളൊരു കഥയാണ് പഠിക്കാനിരിക്കുന്നത്. കഥ ഇഷ്ടമല്ലേ?
നമ്മൾ ആദ്യമൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ എപ്പോഴും കഥ പറയുമായിരുന്നു അല്ലേ. പിന്നെ വീഡിയോൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി പോയിട്ട് അവസാനം കഥ മാത്രം കേൾക്കുക, ക്ലാസ് കാണാതായപ്പോഴാണ് ഞാൻ കഥ നിർത്തിയത്. ഇപ്പം എന്തായാലും നമ്മൾ വേറൊരു കഥയൊന്നും പറയുന്നില്ല, പാഠത്തിൽ തന്നെ ഉള്ളൊരു കഥ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ. നീതിബോധ. നീതിബോധോ നാമ കിം? നീതിബോധ ഇത് ശബ്ദസ്യ കഃ അർത്ഥഃ? നീതി നാമ നീതി. നമ്മൾ ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ തമിഴ് വേർഷൻ കണ്ടിട്ടുള്ളവർക്കറിയാം, അവിടെ രാജതന്ത്രം എന്ന് പറയും അല്ലേ. ആരാ? ശിവഗാമി ദേവി പറയും രാജതന്ത്രം എന്ന് പറയും. രാജതന്ത്രം എന്ന് വെച്ചാൽ ഒരു രാജാവ് സ്വീകരിക്കുന്ന രീതികളാണ് രാജതന്ത്രം. ഒരു യുദ്ധം ജയിക്കാനോ അല്ലെങ്കിൽ നാട് ഭരിക്കുന്നതിനോ ഒക്കെ ആയിട്ട് രാജാവ് സ്വീകരിക്കുന്ന നയങ്ങളുണ്ടല്ലോ, ആ രീതികളുണ്ടല്ലോ, ആ രീതികളെയാണ് നമുക്ക് തന്ത്രം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക. ആ തന്ത്രത്തിന് സമാനമായ അർത്ഥത്തെ വഹിക്കുന്നതാണ് നീതി എന്നുള്ള ശബ്ദം സംസ്കൃതത്തിൽ. മലയാളത്തിൽ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയാം. മലയാളത്തിലെ നീതി എന്നുള്ള പദത്തിൻ്റെ ഇംഗ്ലീഷിൽ അർത്ഥം പറയുകയാണെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയാം. ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന മര്യാദ, അതാണ് ജസ്റ്റിസ്. ധർമ്മത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയാണ് ജസ്റ്റിസ്. അതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന ലെവലിലുള്ള അർത്ഥമാണ് നീതി എന്നുള്ള ശബ്ദത്തിന് സംസ്കൃതത്തിലുള്ളത്. എന്താണത്? അത് രാജതന്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പോളിസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നയം എന്നാണ് കുറേ കൂടി യോജിക്കുന്ന മറ്റൊരു സമാനാർത്ഥക പദം. അപ്പോൾ ആ നയത്തെക്കുറിച്ച്, താൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധം ആണ് നീതിബോധ എന്നുള്ള ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ നായകനാരാ? ഈ കഥയ്ക്കൊരു നായകൻ വേണമല്ലോ. നമുക്ക് നോക്കാം, കഥയൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആരാണ് നായകൻ എന്ന് മനസ്സിലാക്കാം. ആദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ. കശ്ചിത് ചീനസഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. ചന്ദ്രഗുപ്ത തദാനീം തത്ര രാജാ ആസീത്. സഞ്ചാരി തേന സഹ മിലിതവാൻ. മഹാരാജ ഭവതഃ വിജയകഥ വിദേശേഷ്വപി പ്രസൃത വർത്തത്തെ. വിജയരഹസ്യം ജ്ഞാതുമിച്ഛാമി. ന തഥാ കിമപി രഹസ്യം. മഹാമന്ത്രി ചാണക്യ ഏവ സാമ്രാജ്യസ്യ ശില്പി. അപ്പോൾ ഇതിൽ നമ്മളൊരു പേര് കേട്ടു, ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു പേര് കേട്ടു. നമുക്ക് നോക്കാം. കശ്ചിത് ചീനസഞ്ചാരി. കശ്ചിത് ഏകഃ ചീനസഞ്ചാരി. ചീനാദേശോ നാമ ചൈന. ഓക്കെ. ചൈനാദേശത്തിൽ നിന്ന് ഒരു സഞ്ചാരി, ചീനയിൽ നിന്ന് ഒരു സഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. പാടലീപുത്ര നാമകം നഗരം ആഗതവാൻ. പാടലീപുത്രം നാമ ഇന്നത്തെ ബീഹാറിൽ ഉൾപ്പെടുന്ന പാറ്റ്ന എന്ന് പറയുന്ന നഗരമാണ് പാടലീപുത്രം എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാടലീപുത്ര നഗരത്തിലേക്ക് ഒരു ചൈനീസ് വിദേശ സഞ്ചാരി വന്നുപെട്ടു. തസ്മിൻ കാലേ പാടലീപുത്രസ്യ രാജാ കഹ ആസീത്. ആ സമയത്ത് പാടലീപുത്രത്തിൻ്റെ രാജാവ് ആരായിരുന്നു? ചന്ദ്രഗുപ്ത ആസീത്. കഹ ആസീത്? ചന്ദ്രഗുപ്ത. ചന്ദ്രഗുപ്ത തദാനീം തസ്മിൻ കാലേ, ആ കാലത്തിൽ തത്ര കുത്ര പാടലീപുത്ര നാമകേ നഗരേ രാജാ ആസീത്. പാടലീപുത്രത്തിൻ്റെ രാജാവ് ആരായിരുന്നു? ചന്ദ്രഗുപ്തനായിരുന്നു. സഞ്ചാരി തേന സഹ മിലിതവാൻ. സഹ ചീനസഞ്ചാരി രാജ്ഞാ സഹ മിലിതവാൻ. ആ ചീനസഞ്ചാരി, ആ ചൈനീസ് സഞ്ചാരി രാജാവിനോടൊപ്പം കണ്ടുമുട്ടി, രാജാവിനെ കണ്ടുമുട്ടി. ഓക്കെ, സന്ദർശിച്ചു. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴൊക്കെയാണ് ചൈനയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൊറോണ ടെസ്റ്റൊക്കെ നടത്തണം. പണ്ട് കൊറോണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് വന്ന് ആ ചീനസഞ്ചാരി കണ്ടുമുട്ടി. എന്നിട്ട് രാജാവിനോടൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു. ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, ഭവതഃ വിജയകഥ വിദേശേഷ്വപി പ്രസൃത വർത്തത്തെ. ഈ ചന്ദ്രഗുപ്ത മഹാരാജാവ് അന്ന് നീണ്ട ഒരു വലിയ ഭൂമിയുടെ രാജാവായിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾ വിജയിച്ച വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായിട്ടാണ് ചന്ദ്രഗുപ്ത മഹാരാജാവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത മഹാരാജാവിൻ്റെ വിജയകഥകൾ, അദ്ദേഹം ജയിച്ച ആ കഥകൾ ഇങ്ങനെ പരന്നു പോയിരിക്കുക. എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലൂടെ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെയൊക്കെ ഇങ്ങനെ പരന്നു പോയിരിക്കുക ആണോ? അല്ലേ? അന്ന് ഇതൊന്നുമില്ല. എന്നാലും ആരൊക്കെയോ പറഞ്ഞ് ഈ ചന്ദ്രഗുപ്ത മഹാരാജാവ് വിജയിച്ച കഥകൾ ലോകം മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കുന്നേ. അപ്പോൾ
ഭവതഃ വിജയകഥ, അങ്ങയുടെ വിജയകഥ, അങ്ങ് ജയിച്ച ആ കഥകളുണ്ടല്ലോ, താഹ കഥഃ വിദേശേഷു അപി, വിദേശേഷ്വപി, വിദേശേഷു അധികം അപി, വിദേശങ്ങളിൽ പോലും പ്രസൃതാ വർത്തത്തെ, പ്രസരിച്ചിരിക്കുന്നു, പരന്നിരിക്കുന്നു. അങ്ങ് ജയിച്ച കഥകളെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ പരന്നിരിക്കുക. വിജയ രഹസ്യം ജ്ഞാതുമിച്ഛാമി, എന്താണ് അങ്ങയുടെ വിജയത്തിൻ്റെ രഹസ്യം? നമ്മൾ 70 വയസ്സ് പ്രായമുള്ള മമ്മൂട്ടിയെ കണ്ടാൽ മമ്മൂട്ടിയോട് എല്ലാവരും ചോദിക്കും, 70ാമത്തെ വയസ്സിലും അങ്ങിങ്ങനെ സുന്ദരനായി ഇരിക്കുന്നുവല്ലോ, എന്താണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കും. അതുപോലെ വലിയ വലിയ നേട്ടങ്ങൾ കൈയടക്കിയ ഒരാളെ കണ്ടാൽ നമ്മൾ ചോദിക്കും, എന്താണ് അങ്ങയുടെ നേട്ടത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കും. അതുപോലെ ചന്ദ്രഗുപ്ത മഹാരാജാവിത ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ തയ്യാറായി ചക്രവർത്തിയായിരിക്കുന്നു, അങ്ങയുടെ വിജയകഥ, ആ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. വിജയ രഹസ്യം ജ്ഞാതും ഇച്ഛാമി, അങ്ങയുടെ വിജയ രഹസ്യത്തെ, അങ്ങ് ജയിക്കുന്നതിൻ്റെ ആ രഹസ്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാതും ഇച്ഛാമി, അറിയുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ചന്ദ്രഗുപ്ത മഹാരാജാവ് മറുപടി പറഞ്ഞു. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരാളോട് ചോദിച്ചാൽ എന്താ പറയുക? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്നല്ലേ പറയുള്ളൂ. നമ്മളിപ്പോൾ വലിയ നേട്ടത്തിലെത്തിയിട്ട് സാർ എങ്ങനെ സാറിനെ കൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയുള്ളൂ. ജാട. ചന്ദ്രഗുപ്ത മഹാരാജാവ് എന്തായാലും അതുപോലൊരു മറുപടി തന്നെയാണ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ന തഥാ കിമപി രഹസ്യം, തഥാ കിമപി രഹസ്യം നാസ്തി. സഹ കിമർത്ഥം ആഗതവാൻ അസ്തി ചീനസഞ്ചാരി, ചീനസഞ്ചാരി ചന്ദ്രഗുപ്ത മഹാരാജസ്യ വിജയരഹസ്യം ജ്ഞാതും ആഗതവാൻ അസ്തി. സഹ വിജയരഹസ്യ വിഷയകം പ്രശ്നമപി കൃതമാണ്. ഒരു വിജയരഹസ്യം എന്താണെന്നറിയാൻ ചോദിക്കുക കൂടെ ചെയ്തു. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ? തഥാ കിമപി രഹസ്യം നാസ്തി, അങ്ങനെ അതിന് മാത്രം വലിയ രഹസ്യമൊന്നും ഇല്ലടോ. പിന്നെ എന്താ? മഹാമന്ത്രി ചാണക്യ ഏവ സാമ്രാജ്യസ്യ ശില്പി, അസ്യ സാമ്രാജ്യസ്യ, ഈ സാമ്രാജ്യത്തിൻ്റെ, സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മുഴുവൻ ശില്പി, അതിനെ മുഴുവൻ പടുത്തുയർത്തിയത് ആരാണ്? മഹാമന്ത്രി ചാണക്യ ഏവ, എൻ്റെ മഹാമന്ത്രിയായിരിക്കുന്ന, എൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ചാണക്യനാണ് ആ രാജ്യത്തിൻ്റെ മുഴുവൻ ശില്പി, ഈ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ശില്പി ചാണക്യനാണ് എന്ന് പറഞ്ഞു. അതിലും വലിയ രഹസ്യമുണ്ടോ? ആരാണ് ഈ ചാണക്യൻ? ചാണക്യൻ കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിഷ്ണുദത്തൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനാണ് ചാണക്യൻ. ഓക്കെ, ഈ ചാണക്യന് അപാരമായ ബുദ്ധിയാണ്. നമ്മൾ ഈ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ വിളിക്കും. അതുപോലെ ചാണക്യൻ്റെ ബുദ്ധി, അതായത് അവനൊരു ചാണക്യനാട്ടോ എന്ന് പറയും. എന്താ കാര്യം? അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. ഏത് ചെറിയ കാര്യത്തിലും അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും ഒക്കെ ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കില്ലേ, അതാണ് ചാണക്യൻ്റെ ബുദ്ധി. എല്ലാ കോൺസിക്വൻസസും നോക്കും. ഒരാൾക്കും ഒരു അപകടവും പറ്റാത്ത വിധം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ആർക്കും അറിയ പോലുമില്ല അവരൊക്കെ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന്. അത്ര സിമ്പിളായിട്ട് ബാക്കിയുള്ളവരെ തോൽപ്പിക്കും. അത്രയും ടാക്റ്റിക്കലി സ്ട്രോങ് ആണ് ചാണക്യൻ. ഭയങ്കര ബുദ്ധിയാണ്, അസാമാന്യ ബുദ്ധി. ആ ചാണക്യനാണ് ചന്ദ്രഗുപ്ത മഹാരാജാവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ചന്ദ്രഗുപ്ത മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ചീനസഞ്ചാരി എന്ത് ചെയ്യും? ചാണക്യനെ ഒന്ന് കാണട്ടെ എന്ന് ആവശ്യപ്പെടും. ചാണക്യൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ചീനസഞ്ചാരി തയ്യാറാവുകയാണ്. ബാക്കി കൂടെ നോക്കാം. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഹി സഹ പ്രസ്ഥിതവാൻ. ഭടാഹ ഗംഗാതീരസ്ഥം ചാണക്യകുടീരം അദർശയൻ. വന്ദനം മഹാത്മൻ, ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടുമാഗതഃ. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ ഝटिति ജ്വലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്തഃ അഗച്ഛത്. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. സഹ കഹ? സഹ ചീനസഞ്ചാരി ചാണക്യം ദ്രഷ്ടും, മഹാമന്ത്രിണം ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ, ഭടന്മാരോടൊപ്പം പ്രസ്ഥിതവാൻ, പുറപ്പെട്ടു. ആ ചീനസഞ്ചാരി ചാണക്യനെ കാണുന്നതിനായിട്ട് ഭടന്മാരോടൊപ്പം പുറപ്പെട്ടു. ഭടാഹ ഗംഗാതീരസ്ഥം ചാണക്യകുടീരം അദർശയൻ. ഭടന്മാരെന്ത് ചെയ്തു? ആ ചീനസഞ്ചാരിയെ കൂട്ടിച്ചെന്ന് ഗംഗാതീരസ്ഥം, ഗംഗാനദിയുടെ തീരത്തിൽ നിൽക്കുന്നതാകുന്ന ചാണക്യകുടീരം, കുടീരം നാമ കുടിൽ, ചാണക്യൻ്റെ ഒരു കുടിലാണ്. ചാണക്യൻ മഹാമന്ത്രിയാണെങ്കിൽ പോലും ഒരു കുടിലാണ് താമസം.
കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. എത്ര വലിയ നേട്ടങ്ങളുണ്ടെന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതം താനാണ് ക്രമീകരിക്കുന്നത്. നേട്ടങ്ങളിൽ ആസ്വദിച്ച് താൻ ഒരുപാട് ആഡംബരങ്ങളിലേക്ക് മയങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? ആഡംബരങ്ങൾ ആസ്വദിക്കാനുള്ള സമ്പാദ്യം ഇല്ലാതാവുമ്പോൾ നമ്മൾ പെട്ടുപോകും, അല്ലേ? ദുഃഖത്തിലായിപ്പോകും. അപ്പോൾ ദുഃഖത്തിലാവാതിരിക്കാൻ എന്ത് ചെയ്യണം? തന്നെ തൃപ്തിപ്പെടുത്തുന്ന എന്താണോ അത്രമാത്രം മതി. അപ്പോൾ ചാണക്യന് കുടിലാണ് തൃപ്തി. അപ്പോൾ ചാണക്യൻ കുടിലാണ് താമസം. ആ ചാണക്യ കുടീരം ദർശകൻ അദ്ദേഹം അവർ കാണിച്ചു കൊടുത്തു. ഭടന്മാർ ചീനസഞ്ചാരിക്ക് ചാണക്യൻ്റെ കുടീരം കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ഭടന്മാരകത്തേക്ക് ചെന്ന് ചാണക്യനോട് കാര്യം പറഞ്ഞു. മഹാമന്ത്രിയല്ലേ, അങ്ങനെ നേരിട്ട് ചീനസഞ്ചാരിയെ കയറ്റിവിടാൻ പറ്റില്ലല്ലോ. ഭടന്മാർ പോയി പറഞ്ഞു, വന്ദനം മഹാത്മൻ, മഹാത്മാവേ അങ്ങയ്ക്ക് വന്ദനം. ചീനസഞ്ചാരി ഏഷഃ, ഏഷഃ ചീനസഞ്ചാരി, ഈ ചീനസഞ്ചാരി ഭവന്തം ദ്രഷ്ടുമാഗതഃ, അങ്ങയെ കാണുന്നതിനായിട്ട് വന്നിരിക്കുക. ആരെ കാണുന്നതിനായിട്ട്? ചാണക്യനെ കാണുന്നതിനായിട്ട് വന്നിരിക്കുക. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ ഝടിതി ജ്വലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്തഃ അഗച്ഛത്. സ്വഭവനെ, സ്വന്തം വീട്ടിൽ, ദീപസമ്മുഖേ, അദ്ദേഹം നമുക്ക് ആ ചിത്രത്തിൽ കാണാം. അദ്ദേഹം എങ്ങനെയായിരിക്കുന്നത്? ഒരു ദീപത്തിൻ്റെ സമ്മുഖമായിട്ടാണ്. ഒരു ദീപം കൊളുത്തിയിട്ട് അതിന് മുന്നിലായിരിക്കുന്നത്. സ്വഭവനെ ദീപസമ്മുഖേ കിമപ്പി ലിഖൻ, എന്തോ എഴുതുകയായിരുന്നു, അല്ലേ? എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലിഖൻ ചാണക്യ, എഴുതിക്കൊണ്ടിരുന്ന ആ ചാണക്യൻ ഝടിതി, ഝടിതി പെട്ടെന്ന്, ജ്വലന്തം ദീപം നിർവാപ്യ, ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ ഊതിക്കെടുത്തിയിട്ട് ഭവനസ്യ അന്തഃ ഗതവാൻ, ഭവനസ്യ അന്തഃ അഗച്ഛത്, വീട്ടിനകത്തേക്ക് പോയി. അയ്യേ, ഇതപ്പോൾ മഹാമന്ത്രിയാണ്, മഹാബുദ്ധിശാലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ, അതും ചൈനയിൽ നിന്ന് ഈ ചാണക്യനെ കാണണമെന്ന് പറഞ്ഞ് പുറപ്പെട്ട് വന്നിട്ട് അയാൾ വീട്ടിലേക്ക് വന്നു എന്നുള്ള വിവരം പറഞ്ഞ ഉടനെ ചാണക്യൻ എന്താ ചെയ്ത്? ഉണ്ടായിരുന്ന വിളക്കിനെ ഊതിക്കെടുത്തിട്ട് വീട്ടിൻ്റെ ഉള്ളിക്കാൻ പോയി. ഇതപ്പോൾ ചാണക്യൻ ഈ മോശം. സഹ സ്വഭവനെ കിമപ്പി ലിഖന്നാസീത് തസ്യ സമ്മുഖേ ഏകം ദീപമാസീത് തം ദീപം ജ്വലന്തം ദീപം നിർവാപ്യ സഹ അന്തഃ അഗച്ഛത്. അതെന്താ ചാണക്യൻ അങ്ങനെ ചെയ്തേ? മോശമായി പോയില്ലേ? ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വാതിലടച്ചിരിക്കുക ചെയ്യും നമ്മൾ? അല്ല, നമ്മളവരെ വെൽക്കം ചെയ്യില്ലേ? ചാണക്യൻ എന്തെങ്ങനെ ചെയ്തേ? മോശമായിപ്പോയി, അല്ലേ? അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ് കാണൂല. നമ്മൾ സസ്പെൻസ് ഇട്ട് അവസാനിപ്പിക്കണം. സീരിയലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടെന്നോ? അപ്പോൾ സീരിയലും കണ്ടിരിക്കില്ല പണി? സീരിയലും കണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ കൂടെ. ശരി, എന്തായാലും സീരിയലിലൊക്കെ നമ്മൾ സസ്പെൻസ് ഇട്ട് അവസാനിപ്പിക്കുന്ന പോലെ നമ്മൾ ഈ ക്ലാസ് ഇവിടെ സസ്പെൻസിൽ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ആ ചീനസഞ്ചാരി ചാണക്യനെ കാണുന്നതിനായിട്ട് ചാണക്യൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ കത്തിക്കൊണ്ടിരുന്ന ആ ദീപത്തെ കെടുത്തിയിട്ട് ചാണക്യനകത്തേക്ക് പോയതെന്താ? സോ സാഡ്. പക്ഷേ ചെയ്തത് ചാണക്യനാണെങ്കിൽ അതിനെന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. അപ്പോൾ അടുത്ത ക്ലാസ് കിട്ടുന്നത് വരെ ആ കാരണം അറിയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് ഈ പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം, ചാണക്യനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുക. ഒപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കുറേ പുതിയ പദങ്ങളുണ്ട്. ഈ പദങ്ങളും അവയുടെ മലയാളം അർത്ഥവും ഒന്ന് ഫയലിലേക്ക് എഴുതുക. പുതിയ കുറേ പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പദങ്ങളുടെ എല്ലാം അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ആ പദങ്ങൾ നൂതന പദാനാം ചയനം കൃത്വ തേഷാം അർത്ഥാഹ തത്ര ലേഖനീയാഹ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ കഥയുടെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും രാം രാം.